ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് താമരയെക്കുറിച്ചാണ്. താമരയിലെ ബൗൾ വെറൈറ്റി, അതായത് ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലും അതേപോലെ ചെറിയ പാത്രങ്ങളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു വെറൈറ്റി കൂടിയാണ് അമരിക്കമലിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. നിറയെ പൂവിട്ട് നിൽക്കുന്നത് കണ്ടു, നല്ല ഭംഗിയാണ്. ഇത് മഴയത്ത് ചെറിയൊരു വാട്ടം പോലെ നമുക്ക് കാണാം. നന്നായി ഫ്ലവർ ചെയ്യും. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു വൈറ്റിലൊരു പിങ്ക് ഷെയ്ഡ് കയറുന്നുണ്ട്. അതാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. നിറച്ചും മുട്ടുണ്ടാവും. നട്ടൊരു മാസത്തിനുള്ളിൽ നന്നായി പൂക്കളുണ്ടാവും. ഇത് കണ്ടു, അമരിക്കമലിയ മീൻചട്ടിയിൽ, ചെറിയ മീൻചട്ടി നമ്മൾ അടുപ്പത്ത് മീൻ കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മീൻചട്ടിയിൽ കാണുന്ന ഈ മുട്ട് കുറച്ച് നാളായി പൊന്തിയിട്ട്, ഞാനിപ്പോഴേ കാണുന്നതേ ഉള്ളൂ. അപ്പം ഇത് നന്നായിട്ട് ഹൈറ്റിൽ പോയപ്പോൾ നമ്മളൊരു സ്റ്റെം ഒരു താങ്ങ് കൊടുത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ട്. ആ സ്റ്റെമ്മ് കുത്തിയതിൻ്റെയും ആ വെള്ളം ക്ലിയർ ആക്കിയതിൻ്റെയാണ്. അപ്പോൾ ഇത് മീൻചട്ടിയിലാണ്. മീൻചട്ടിയിലും നമുക്ക് ബോൾ ലോട്ടസ് നട്ടുപിടിപ്പിക്കാം. ഇതുപോലെ മുട്ടുകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. നിറയെ പൂവുണ്ടാവും. ഒരു മാസത്തിനുള്ളിൽ ഈ വെറൈറ്റി പൂവിടും. ഈ വെറൈറ്റിയും അമരിക്കമലിയ എന്നുള്ള വെറൈറ്റിയാണ്. ഇതിൻ്റെ മുട്ട് കണ്ടു, നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഇതിൽ വെച്ച് പിടിപ്പിച്ച് ഒരു മാസത്തിനുള്ളിലുണ്ടായ മുട്ടാണത്. അതുപോലെ തന്നെ ഈ പാത്രം കണ്ടു, ചെറിയ പാത്രം, നമ്മൾ പൂപ്പാത്രം, ചെറിയ ചെറിയ പ്ലാന്റുകളൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രമില്ലേ, അതിലാണ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്. അതിൽ പോലും ഈ ഒരു താമര നന്നായിട്ട് പൂക്കളുണ്ടാവും. ഞാൻ ഈ പാത്രം രാവിലെ നമ്മൾ വെയിലത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അത് കഴിഞ്ഞാൽ ഈ ഒരു 5 മണി നേരമാകുമ്പോൾ, വൈകിട്ട് ഒരു 5 മണി നേരമാകുമ്പോൾ നമ്മുടെ ടീപ്പോയി, നമ്മുടെ അകത്തെ വീടിനുള്ളിൽ ടീപ്പോയിൽ ഒരു ഭംഗിക്ക് വേണ്ടി കൊണ്ടുവന്ന് വയ്ക്കും. 6 മണിക്കൂർ വെയിൽ കൊണ്ടാൽ മതിയല്ലോ. പകൽ സമയം പുറത്തും വയ്ക്കും, അകത്ത് ബാക്കിയുള്ള സമയവും വയ്ക്കും. അപ്പോൾ നമുക്കൊരു അലങ്കാരം പോലെ അലങ്കരിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു താമര പോലെ ബൗൾ ലോട്ടസ്. കാണുന്നത് താമരയുടെ കിഴങ്ങാണ്. ഈ കിഴങ്ങുകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ റണ്ണറും നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കും. നടേണ്ട രീതിയും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. താമരയുടെ ട്യൂബറുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ട്യൂബറുകൾ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.